ഫുട്ബോൾ ലോകത്ത് ഇപ്പോൾ ചർച്ചയാകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് നമ്മളെ വിനീഷ്യസ് ജൂനിയറിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണല്ലേ. അദ്ദേഹത്തിന് സൗദിയിൽ നിന്ന് വമ്പിച്ച ഒരു ഓഫർ വന്നിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സജീവമായിട്ട് നടക്കുന്നുണ്ട്. സൗദി ക്ലബ്ബ് അൽ അഹ്ലിയിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു മികച്ചൊരു ഓഫർ അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. ഇതുവരെ ഈ ഓഫറിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല, നോ പറഞ്ഞിട്ടൊന്നുമില്ല എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കൊക്കെ മനസ്സിലാവും, ഇപ്പോൾ നെയ്മർ അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ പോലുള്ള താരങ്ങളൊക്കെ ഓൾറെഡി സൗദിയിലെത്തി. ഒരുപാട് താരങ്ങൾ, ബെൻസിമ പോലുള്ള താരങ്ങളൊക്കെ സൗദിയിലെത്തി. സൗദി ഓരോ വർഷവും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫുട്ബോളിൻ്റെ ഒരു ഇതാവാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ നെയ്മർ എത്തി, സൂപ്പർ താരം നെയ്മർ, ക്രിസ്ത്യാനോ പോലുള്ള താരങ്ങളൊക്കെ അവിടെ എത്തിയെന്ന് പറയുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നെയ്മറൊക്കെ അവിടെ എത്തിയെന്ന് പറയുമ്പോൾ കരിയറിൻ്റെ കുഴപ്പമില്ലാത്ത ടൈമിൽ തന്നെ നെയ്മറൊക്കെ ആ ഒരു ലീഗിലെത്തിയെന്ന് പറയുമ്പോൾ ആ ഒരു ലീഗിൻ്റെ നിലവാരം ഓരോരോ വർഷവും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബെറ്ററാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ വിനീഷ്യസ് പോലുള്ള താരങ്ങളൊക്കെ വേണ്ടിയിട്ടൊക്കെ ഓലിങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, പ്രീമിയർ ലീഗിൽ പോലുള്ള ടൂർണമെൻറ്റിലൊക്കെ യുവതാരങ്ങളുടെ നിരയുണ്ടല്ലോ. അതേമാതിരി ചെറിയ ചെറിയ താരങ്ങൾ, യുവതാരങ്ങൾക്ക് അങ്ങനത്തെ നിര ആണല്ലോ ഇപ്പോൾ പ്രീമിയർ ലീഗ്, അതുപോലെ ലാ ലീഗ അങ്ങനെ പോലുള്ള ലീഗുകളിലൊക്കെ കളിക്കുന്നത്. അതുപോലുള്ള ഒരു യുവനിര ഇപ്പോൾ നമ്മളിപ്പോൾ മൊത്തത്തിൽ നമ്മൾ സൗദി ലീഗിനൊക്കെ വിലയിരുത്തുന്നത് എങ്ങനെയൊക്കെ കരിയറിൻ്റെ അവസാന ടൈമിൽ പോകാൻ പറ്റിയൊരു ലീഗായിട്ടാണ് നമ്മളൊക്കെ സൗദി ലീഗിനെ നിലവിൽ വിലയിരുത്തുന്നത്. ഇപ്പം തന്നെ യുവതാരങ്ങളൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കരിയർ അതോടുകൂടി തീരും എന്നുള്ളൊരു കാഴ്ചപ്പാടാണല്ലോ നിലവിൽ ഇപ്പം നമുക്കൊക്കെ. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ പോയത് കരിയറിൻ്റെ ഏകദേശം അവസാന ടൈമിലാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാ പ്ലേയേഴ്സും ഇപ്പോൾ ഓൾറെഡി അവിടെ പോയിട്ടുള്ളത് കരിയറിൻ്റെ ഏകദേശമൊക്കെ കരിയറിൻ്റെ അവസാന ടൈമിലാണ് ഇപ്പോൾ നിലവിൽ അവിടെ പോയിട്ടുള്ള പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യം അങ്ങനെ തന്നെയാണ്, അവർക്കൊക്കെ പോകാൻ നല്ലത് കരിയറിൻ്റെ അവസാന ടൈമിലാണ്. പക്ഷേ സൗദി അറേബ്യ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ സൗദി ലീഗിലെ പ്രധാനപ്പെട്ട അൽ ഹിലാൽ, അൽ നസർ, അൽ അഹ്ലി പോലുള്ള ടീമുകളൊന്നും അല്ലെങ്കിൽ സൗദിയിൽ ചിന്തിക്കുന്നത് അതല്ല. ലോകോത്തര നിലവാരമുള്ള ഒരു ലീഗാക്കി മാറ്റാനുള്ളൊരു പരിപാടിയിലാണത് അല്ലേ. കാരണം അതുകൊണ്ടാണല്ലോ യുവതാരങ്ങളെ ഉൾപ്പെടെ ഇപ്പോൾ വിനീഷ്യസൊക്കെ കരിയറിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെ കടന്നു പോകുന്നതാണ്. അദ്ദേഹത്തെ ഉൾപ്പെടെ അല്ല, അതേമാതിരി പല താരങ്ങളെയും അവർക്ക് എത്തിക്കാൻ, അതേമാതിരി കഴിഞ്ഞ വർഷം എംബാപ്പേനെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. അപ്പോൾ ഒരു കരിയറിൻ്റെ അവസാന ലെവലിലുള്ള പ്രവേശനം മാത്രമല്ല ലക്ഷ്യമുള്ളത്, ഓർക്ക് നല്ല ലീഗ്, നല്ലൊരു സെറ്റപ്പ്, ഒരു ഫുട്ബോളിൻ്റെ ഒരു സാമ്രാജ്യം ഇവിടെ കെട്ടിപ്പടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലേ. അപ്പോൾ വിനീഷ്യസിന് ഏറ്റവും മികച്ചൊരു ഓഫറാണ് ഇപ്പോൾ സൗദിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അദ്ദേഹം ഇതുവരെ ആ ഒരു ഓഫറിനോട് നിരസിച്ചിട്ടില്ല, നോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റയലിൻ്റെ കോച്ച് കാർലോസ് ഏഞ്ചലോട്ടി പറഞ്ഞത്, ഇതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞങ്ങളെ ചിന്തയിലില്ല എന്നൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഏതായാലും സൂപ്പർ കപ്പിൽ ഇന്ന് ഫൈനലിൽ അറ്റ്ലാന്റയുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവർ, റയൽ മാഡ്രിഡ് അറ്റ്ലാന്റ്. സൂപ്പർ താരം എംബാപ്പെ റയലിലെത്തിയതിന് ശേഷം ആദ്യത്തെ മത്സരമാണ് ഇന്ന്. അപ്പോൾ എന്താണ് നിലവിലുള്ള റയലിൻ്റെ പുതിയ ടീമിൻ്റെ അവസ്ഥ? അപ്പോൾ വിനീഷ്യസ്, റോഡ്രിഗോ, ബെല്ലിംഗാം, എംബാപ്പെ പോലുള്ള താരങ്ങൾ ഓൾറെഡി അതിലുണ്ടാവുമ്പോൾ എന്തൊക്കെ നിലവിൽ ആ ലൈനപ്പ് ഒരു കൂട്ടിച്ചേർക്കുമ്പോഴുള്ള അവസ്ഥ, എങ്ങനെയൊക്കെ അവരെ കളി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വരും മത്സരങ്ങളിലൊക്കെ മനസ്സിലാക്കാം. ഏതായാലും വിനീഷ്യസിന് മികച്ചൊരു ഓഫർ വന്നിരിക്കെ, അതുപോലെ റയൽ മാഡ്രിഡിൽ ഒരുപാട് താരങ്ങൾ മുന്നേറ്റ നിലയിലുണ്ടായിരിക്കെ വിനീഷ്യസ് ഇനി എന്ത് തീരുമാനം എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഏറ്റവും മികച്ചൊരു ഓഫറാണ്, 1 ബില്യൺ യൂറോക്കെയാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഏറ്റവും മികച്ച ഓഫറാണ്. അദ്ദേഹം ആ ഒരു ഓഫറിൻ്റെ പിന്നാലെ പോകുമോ, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിലൊന്നായ റയൽ മാഡ്രിഡിൽ തന്നെ തുടരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാം.